പിന്നെ പൾസർ എപ്പോഴും ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. അത് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാക്സിമം പവർ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബൈക്കായിട്ടാണ് ഞാൻ പൾസറിനെ എപ്പോഴും കാണാറ്. അപ്പം ഇതൊരു ഫാൻ ബേസിനുള്ള റിവ്യൂ അല്ല, ഞാനൊരു ഫാനായിട്ടും അല്ല ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള 250s എന്ന് വെച്ചാൽ ഡ്യൂക്ക് 250, ഡോമിനാർ 250 ഉണ്ട്, പിന്നെ CBR 250 ഉണ്ടായിരുന്നു. അങ്ങനത്തെ ബൈക്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് 110, 120 ഒക്കെ പുട്ടുപോലെ പോകുമായിരുന്നു. പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ മുകളിലുള്ള ഒരു ഫീഡ്ബാക്ക്. വാട്ട്സപ്പ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള ബൈക്ക് എന്ന് പറയുന്നത് പൾസറിൻ്റെ N250 ആണ്. പൾസർ ഇപ്പോൾ മൊത്തമായിട്ടും ചില്ലറയായിട്ടും കുറേ ബൈക്കുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തെ N സീരീസിലെ 250 ബൈക്കാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച്ഡ് ബൈക്കാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂക്കകത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കുറേ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 200 കിലോമീറ്ററിന് മേലെ ഓടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു റിവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു 300 കിലോമീറ്റർ ഓട്ടും. ഈ ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ ജഡ്ജ്മെൻറ്റലായിട്ടുള്ള തോട്ട്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊരു ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള റിവ്യൂ അല്ല, ഒരു ഫാൻസിനുള്ള റിവ്യൂ അല്ല. പ്രാക്ടിക്കലായിട്ട് ഒരാൾ വാങ്ങുന്നൊരു സമയത്ത് ഈ ഒരു സംഭവം കൊണ്ട് എന്തൊക്കെ ഉപയോഗം ഉണ്ടാവും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബൈക്കിനകത്ത് ഏറ്റവും വലിയ മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് 250cc ആണ്. പിന്നെ ഉള്ളത് ഇതിന് അപ്സൈഡ് ഡൗൺ ഫോക്സ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന പുതിയ ഡാഷാണ്. ഈ കൺസോളിനകത്തേക്ക് നമുക്ക് ബ്ലൂടൂത്ത് വെച്ചിട്ട് ബജാജിൻ്റെ ആപ്പ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ, കോൾ അലേർട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. ഫസ്റ്റ് നമുക്ക് ലുക്സ് എന്ന് തുടങ്ങാം. ഞാൻ ആക്ച്വലി ഈ വണ്ടി എവിടെ ഓടിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര ബീഫി ലുക്സ് ഉള്ളൊരു വണ്ടിയാണെന്ന്. കാരണം ഭയങ്കര ഭംഗിയൊക്കെയാണ് കാണാൻ. ആ ഒരു സട്ടിലായിട്ട് എഴുതിയ ഒരു 250 എന്നാണ് ഈ എഴുതിയിരിക്കുന്ന ഒരു 250 എന്നാണ്. അപ്പം മസ്കുലർ ആയിട്ടുള്ള ഒരു ടാങ്ക്. പിന്നെ ഈ ഒരു ഫ്രണ്ട് ലൈറ്റ് സെക്ഷൻ നമുക്ക് MT എന്നൊക്കെ കുറച്ച് ഇൻസ്പയർഡ് ആയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യം അങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഇത് കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്, ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്സൈഡ് ഡൗൺ ഫോക്സ് ഒക്കെ വന്നപ്പോൾ അത്യാവശ്യം ഒരു ബിഗ് ബൈക്ക് ഫീൽ വരുന്നുണ്ട്. പിന്നെ മോശമില്ലാത്ത കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. മോശമില്ലാത്ത കംഫർട്ടബിൾ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് സിറ്റിക്കകത്തൊക്കെ ഒരു മണിക്കൂറൊക്കെ ഓടിക്കുകയാണെങ്കിൽ നിതമ്പം കുറച്ച് ടൈറ്റായിട്ടൊക്കെ ഫീൽ ചെയ്യും. അതർവൈസ് നോട്ട് എ പ്രോബ്ലം. പിന്നെ നമ്മുടെ ഈ ഒരു 250cc എഞ്ചിനാണ്. ബാക്കി 250cc കമ്പയർ ചെയ്യുമ്പം ഇതിന് 2 വാൾവ് ആണ് വരുന്നത്. ബാക്കി കോമ്പറ്റീറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ 4 വാൾവ് എഞ്ചിനാണ് വരുന്നത്. ഇത് 2 വാൾവ് ആണ്. അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേറ്റർ ഇൻ ദിസ് വീഡിയോ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു ഷോർട്ട് എക്സോസ്റ്റാണ്, കേൾക്കാനൊക്കെ ഒരു രസമുണ്ട്. നമ്മൾ ടിപ്പിക്കൽ എങ്ങനെയാണോ ഒരു പൾസർ സൗണ്ട് ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെ. പിന്നെ ഒരു ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു ടെയിൽ സെക്ഷനാണ്. ടെയിൽ ലൈറ്റും കൊള്ളാം. ഒരു N250 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു N250, P250, പൾസർ അങ്ങനത്തെ കുറേ സീരീസ് വരുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പൾസറിൻ്റെ മോഡൽസ് പഠിക്കാൻ തന്നെ ഞാനൊരു മാത്സ് ട്യൂഷന് പോകേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം അത്രയും കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് പൾസറിൻ്റെ സീരീസിനകത്ത്. ഇനി വണ്ടീൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ വണ്ടി ഒരുപാട് ഹൈറ്റുള്ള വണ്ടിയൊന്നുമല്ല. ഓൾമോസ്റ്റ് രണ്ട് സൈഡിലും എനിക്ക് പ്ലാന്റഡ് ഫുട്ട് ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂസ് ഒന്നുമില്ല. ഇവിടെ ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടിപ്പിക്കൽ പൾസർ വ്യൂ ആണ്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പൾസറിൽ കയറി ഇരിക്കുമ്പോഴും ഇതുപോലുള്ളൊരു ടാങ്കും ഒരു ഷൈനി ടാങ്കും ഇവിടെ പൾസർ എന്ന് എഴുതിയതാണ്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ കുറച്ച് ട്വിസ്റ്റഡ് ആയിരിക്കുന്ന ഒരു ഹാൻഡിൽ ബാറാണ്. കുറച്ചൊരു സ്പോർട്ടിനെസ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഹാൻഡിൽ ബാറാണ്. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ നോർമൽ റൈഡിങ് സ്റ്റാൻസെങ്കിൽ കുറച്ചൊന്ന് സ്പോർട്ടിനെസ് ഉള്ള ഹാൻഡിൽ ബാറാണ്. പിന്നെ ഈ ഒരു ഡാഷ് പുതിയതായിട്ട് വന്നതാണ്. ഇതിനകത്തേക്ക് നമ്മൾ ബ്ലൂടൂത്ത് വഴി ഫോൺ പെയർ ചെയ്യാം. അതിനുശേഷം ബജാജിൻ്റെ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷനും കോൾ അലേർട്സും കിട്ടും. പിന്നെ മിറേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹൈ ബീം ആൻഡ് ലോ ബീം സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു M എന്ന് കാണുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സ്വിച്ച്. ആക്ച്വലി ഈ M എന്ന് എഴുതിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുക ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു അതാണ് ബട്ടൺ, പക്ഷേ ഇതാണ്. മോഡുണ്ട്, ഇതിനകത്ത് 3 മോഡുണ്ട്. റോഡ്, റെയിൻ, ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഓഫ് റോഡിനകത്ത് ABS ഡിസെൻഗേജ് ആവും. റെയിനകത്ത് കുറച്ച് പവറും കുറവായിരിക്കും. ABSൻ്റെ ഇൻ്റർവെൻഷൻ ഭയങ്കര കൂടുതലായിരിക്കും. റോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ പവറും ABS അത്രത്തോളം ഡിസ്റ്റർബിങ്ങും ആവില്ല. അപ്പോൾ അതാണ് ആ ഒരു 3 റൈഡിംഗ് മോഡിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്. പിന്നെ ഇപ്പുറ സൈഡ് എഞ്ചിൻ കിൽ സ്വിച്ച് ആണ്, ഹെഡ്ലൈറ്റ് സ്വിച്ച് ഉണ്ട്, പിന്നെ ഇഗ്നിഷനുണ്ട്. പിന്നെ ഈ ഡയലിലേക്ക് നോക്കിയാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ കാണുന്ന ടാക്കോമീറ്റർ ആണ്. ഇവിടെ സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാട്ടുന്നുണ്ട്, ഓഡോമീറ്റർ കാട്ടുന്നുണ്ട്, 2 ട്രിപ്പ് മീറ്റർ കാട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റൈഡിംഗ് മോഡ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരുവിധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പൾസർ എപ്പോഴും ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. അത് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാക്സിമം പവർ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബൈക്കായിട്ടാണ് ഞാൻ പൾസറിനെ എപ്പോഴും കാണാറ്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. അങ്ങനെ നമ്മൾ മെയിൻ റോഡ് തിരിയാണ്. അപ്പോൾ ഒന്ന് വലിച്ചെടുക്കാം.
ഇപ്പോൾ കാണിച്ചതാണ് ഈ വണ്ടിയുടെ ഒരു പവർ ഡെലിവറി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതൊരു 250cc ആണെങ്കിലും എനിക്കിതിൻ്റെ ഒരു 250cc ഒരു പഞ്ച് കിട്ടുന്നില്ല. സത്യമായിട്ട് ഇതിൻ്റെ ഒരു എൻജിൻ സൈഡിൽ നിന്ന് ആ ഒരു പഞ്ച് കിട്ടുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു ഫാൻ ബേസിനുള്ള റിവ്യൂ അല്ല, ഞാനൊരു ഫാനായിട്ടും അല്ല ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പണ്ട് കാലത്തൊക്കെ 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള 250s എന്ന് വെച്ചാൽ ഡ്യൂക്ക് 250, ഡോമിനാർ 250 ഉണ്ട്, പിന്നെ CBR 250 ഉണ്ടായിരുന്നു. അങ്ങനത്തെ ബൈക്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് 110, 120 ഒക്കെ പുട്ടുപോലെ പോകുമായിരുന്നു. പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ മുകളിലുള്ള ഒരു ഫീഡ്ബാക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പീഡ് എന്ന് പറയുന്നത്, ഒരു മാക്സ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 80 to 90 ആണ്. ഒരു 110 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ബൈക്ക് കുറച്ചുകൂടെ വോബ്ലി ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് RPM നോക്കുകയാണെങ്കിൽ ഒരു 5000, 6000 RPM ആണ് എഞ്ചിൻ കുറേ കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 2 valve എഞ്ചിനാണ്. ഇതിനകത്ത് റെഡ് ലൈനോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല, പക്ഷേ 12K വരെയൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് 9K ആകുമ്പോഴത്തേക്കും നമുക്ക് ലിമിറ്റർ ഹിറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് അത്രത്തോളം ഒരു പഞ്ചേ തോന്നാത്തൊരു എഞ്ചിനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150cc പെർഫോമൻസ് മാത്രമേ ഈ ഒരു ബൈക്കിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പിന്നെ ഇതൊരു 250 എങ്ങനെയാണെന്ന് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ആ വണ്ടിയെ നമ്മൾ ആ ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയതിന് ശേഷം തിരിച്ച് പിടിച്ച് കുറച്ചങ്ങ് പോകുന്ന സമയത്ത് ഒരു 115 ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇപ്പോഴത്തെ 150cc ഒക്കെ 115 മാക്സ് സ്പീഡ് ക്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ മേലെ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇന്ന് രാവിലെ ഞാൻ 133, 134 മാക്സ് സ്പീഡ് ചെയ്തു. അതല്ലാതെ ഞാനിപ്പോൾ ചെയ്ത ആ ഒരു 130 മാത്രമേ ഉള്ളൂ. അപ്പം ഭയങ്കര ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു സ്പീഡാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഒരു 7000, 6000, 7000 RPM കഴിയുമ്പോഴാണ് വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നത്. അതിന് മുമ്പ് ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, അതായത് ഭയങ്കര ഈസി ആയിട്ട് ഓടിക്കുന്ന പോലെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 250 ഒരു ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാട്ടുന്നില്ല. ജസ്റ്റ് ഒരു 150cc കമ്മ്യൂട്ടർ ബൈക്ക് എഞ്ചിനാണ്. എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതുപോലത്തെ ഒരു എഞ്ചിനാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 6000 RPM കഴിഞ്ഞാലാണ് വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഭയങ്കര നൈസായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ബൈക്കാണ്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയല്ല. ഓടിക്കുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കുറേ കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കുന്ന ഒരു ബൈക്കാണ്. സീറ്റ് ഒരു പൊടിക്ക് കട്ടിയാണ്, എന്നാലും നമുക്ക് ഒരു മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അതിനുശേഷമാണ് കുറച്ച് നിതമ്പങ്ങളിലൊക്കെ കുറച്ച് ടൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. അതർവൈസ് സീറ്റിംഗ് കംഫർട്ടൊക്കെ കൊള്ളാം. അതായത് റൈഡറിനായാലും പില്ലിനായാലും മോശമില്ലാത്ത കംഫർട്ടുള്ളൊരു ബൈക്ക് എന്ന് വേണേൽ പറയാം. പിന്നെ ഓൾമോസ്റ്റ് അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫുഡ് പെഗ് റൈഡറിൻ്റെ നേരെ താഴത്താണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി പൾസർ ബൈക്കിൻ്റെ ഒരു സിഗ്നേച്ചർ തന്നെയാണ്. പിന്നെ ഓടിക്കാൻ ഭയങ്കര ഈസിയാണ്. ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റാണ്, നല്ലതുപോലെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ബ്രേക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട്. വളരെ കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ടയർ എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഗ്രിപ്പ് ഉള്ളതായിട്ട് തോന്നിയില്ല. ടയറിൻ്റെ ഗ്രിപ്പ്, ഇതിപ്പോൾ ഒരു കോൺക്രീറ്റ് റോഡാണ്. ഈ ഒരു കോൺക്രീറ്റ് റോഡിനകത്ത് വളരെ കുറഞ്ഞ ഗ്രിപ്പേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു 110 ഒക്കെ കഴിയുമ്പോൾ തന്നെ വണ്ടി ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. അതായത് എഞ്ചിൻ്റെ വൈബ്രേഷനും അങ്ങനത്തെ ഒരു മോഡിലേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല വണ്ടി പിന്നെ ഇങ്ങനെ ആടുകയാണ്, ക്രോസ് വിൻസ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു ഹൈ സ്പീഡിനുള്ളൊരു പൾസറായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഇനി ക്ലച്ച് എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്ററാണ്, ഭയങ്കര ഈസിയാണ്. അതായത് സിറ്റിയിൽ ഓടിക്കുന്ന ഒരു സമയത്ത് ഒട്ടും പ്രഷർ ഇല്ലാത്ത രീതിയിലുള്ളൊരു ക്ലച്ച് ഫീലാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ നൈസായിട്ട് ഫീൽ ചെയ്തു. ഫാൾസ് ന്യൂട്രൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അടിച്ചിട്ടില്ല. ഇനി സസ്പെൻഷൻ എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ചൊന്ന് ഹാർഡർ സൈഡാണ്, പക്ഷേ കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഡിസ്കംഫർട്ട് തരുന്ന രീതിയിലുള്ള. പക്ഷേ ഇത്രയും ഓടിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കോൺസെപ്റ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് നമ്മളിതിപ്പോൾ കൂടുതൽ സിറ്റിയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു ആംഗിളിൽ നോക്കുന്ന ഒരു സമയത്ത് കോൺസെപ്റ്റിൻ്റെ ചെറിയൊരു അടിയുണ്ടോ എന്ന് എനിക്കൊരു ഫീലുണ്ട്. ഇനി ഈ ബൈക്കിൻ്റെ ഓണർഷിപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് ഓൺ റോഡ് 1.99 ലാഖാണ് വരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 250cc ബൈക്ക് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഇനിയിപ്പോൾ 150cc നോക്കുകയാണെങ്കിലും മോശമില്ലാത്ത ഒരു പ്രൈസിംഗ് ഞാൻ പറയുള്ളൂ. പിന്നെ സർവീസ് മെയിൻ്റനൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് ചെയ്യുന്നത് 500 കിലോമീറ്റേഴ്സിലാണ്. അതിനുശേഷം വൺസ് ഇൻ 5000 കിലോമീറ്റേഴ്സിലാണ് ചെയ്യുന്നത്. അതിന് ഓരോ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 3000 റുപ്പീസാണ് വരുന്നത്. അപ്പം അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. അതായത് ഒരു 2 lakh അണ്ടറിലുള്ള ഒരു ബൈക്കിന് 3000 to 4000 റുപ്പീസ് പെർ സർവീസ് എന്ന് പറയുന്നത് കുറച്ചൊരു പൊടിക്ക് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. പിന്നെ ഏറ്റവും എന്നെ ഇമ്പ്രസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു മൈലേജ് എന്ന് പറയുന്നത് 35 and above ആണ്. അപ്പോൾ കമ്പനി ക്ലെയിം എന്ന് പറയുന്നത് 40 km/l ആണ്. പക്ഷേ എനിവേർ ബിറ്റ്വീൻ 30 to 40 എന്തായാലും കിട്ടുന്നതന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല മൈലേജ് ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഓപ്പൺ റോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വലിച്ചെടുക്കാം. പിന്നെ ഇതൊരു 5 speed ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് 5 നിന്ന് 6ലേക്ക് ഒരു തട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് മനസ്സിലാവാറ് നമ്മൾ ഓൾറെഡി ടോപ്പ് ഗിയറിൽ എത്തി എന്നുള്ളത്.
ഇനി ഇതിൻ്റെ വേർഡിക്റ്റിലേക്ക് ഞാൻ വരാം. അതായത് ഈ ഒരു ബൈക്ക് ആർക്ക് പറ്റിയ ഒരു ബൈക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു സിറ്റി കമ്പ്യൂട്ടറാണ്. ഇതൊരു 250cc ആണെങ്കിൽ പോലും ഇതൊരു അതിമാരകമായിട്ടുള്ളൊരു ഹൈവേ ടൂറിംഗ് മെഷീനോ അങ്ങനെയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഇതൊരു 250cc ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിളാണ്. ഇതിനൊരു 250cc ഒരു ടാഗ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ വണ്ടി ആദ്യം എടുത്ത് ഓടിച്ചൊരു സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ ഒരുപാട് തോട്ട്സ് ഓടിപ്പോയി. അതായത് ഞാൻ പണ്ട് ഓടിച്ചിരുന്ന എൻ്റെ തന്നെയായുള്ള CBR 250R പിന്നെ ഡ്യൂക്ക് 250 പിന്നെ ഡോമിന 250 അങ്ങനത്തെ വണ്ടികളൊക്കെ വെച്ച് നോക്കുന്നൊരു സമയത്ത് ഇതിന് ആ ഒരു പഞ്ച് കിട്ടുന്നതായിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല. അതായത് സെയിൽസിന് വേണ്ടി ഒരു വേരിയൻ്റ് ഉണ്ടാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും ബജാജ് ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ വണ്ടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഒരു 250cc പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് നമ്മൾ നോക്കുന്നൊരു സമയത്ത് ഇത് വളരെ അണ്ടർ പവേർഡ് ആണ്. ഇതൊരു സിറ്റി യൂസിന് മാത്രം പറ്റിയ ഒരു ബൈക്കാണ്. ഇനി അതല്ല, ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇത്തിരി പേടിയാണ് വണ്ടി ഓടിക്കാൻ, അതിലിപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കേട്ടോ. അങ്ങനെ പറയുന്നതിൽ എനിക്കൊരു 250cc ഓൺ ചെയ്യണം അങ്ങനെയൊക്കെയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നല്ല വണ്ടിയാണ്, അതിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ കാണുന്നുണ്ട്. പിന്നെ പൾസർ സീരീസ് അല്ലേ, സ്പെയർ പാർട്സും അങ്ങനത്തെ കാര്യത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ പുതിയ അഡീഷനായിട്ടുള്ള ഈ ഒരു USD ഫോക്സ് വന്നപ്പോൾ എനിക്ക് തോന്നിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കുറച്ചുകൂടെ ഒന്ന് ഹെവി ആയിട്ടുണ്ട്. കോർണർ ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ചാൽ എനിക്ക് അത്രത്തോളം കോർണർ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നില്ല. കാരണം എപ്പോഴൊക്കെ ഞാൻ കോർണർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ടയറിൻ്റെ കോൺഫിഡൻസ് പോകുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മെയിൻലി ഒരു സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. പിന്നെ ഞാൻ ആ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹമ്പൊക്കെ സ്ലോ ചെയ്യാതെ ചാടുമ്പോഴും പിന്നെ അറിയാതെ ഓരോ കുഴികളിലൊക്കെ ചെന്ന് ചാടുന്ന ഒരു സമയത്തും ആ ഒരു കോൺസെപ്റ്റ് ഇഷ്യൂ വരാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഹൈവേയിലേക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു 80 to 90 മാക്സ് സ്പീഡിൽ പിടിച്ചാൽ മതി, അതിൻ്റെ മേലെ പോകേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വോബ്ലിംഗ് വരുന്നുണ്ട്, ഭയങ്കര ക്രോസ് വിൻസ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇനി ഓഫ് റോഡ് മോഡ് ഉണ്ട് ഇതിനകത്ത്, അതുകൊണ്ട് ഒരു ഓഫ് റോഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതും തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ടയർ ഭയങ്കര മോശമാണ്. ഞാൻ ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആണ് ഇതിൻ്റെ ഒരു ടയർ ഗ്രിപ്പിൽ. കാരണം വെറ്റ് ഗ്രിപ്പും പോരാ, ഡ്രൈ ഗ്രിപ്പും പോരാ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് റോഡ് മോഡ് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് റോഡ് മോഡ് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് വല്ല മോശം റോഡുകളിലേക്കും കയറുന്നൊരു സമയത്ത് നമുക്ക് ABS ഓൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് റൈഡിംഗ് മോഡ് ഇടാം. പിന്നെ ഈ പറഞ്ഞ റൈഡിംഗ് മോഡ് എന്നൊക്കെ പറയുന്നത് ഞാൻ അഗെയിൻ കാണുന്നത് ഒരു മാർക്കറ്റിംഗ് ഗിമിക്ക് മാത്രമായിട്ടാണ്. അല്ലാതെ ഇങ്ങനെ ഒരു പവറുള്ളൊരു വണ്ടിക്ക് ഒരു റൈഡിംഗ് മോഡിൻ്റെ ആവശ്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 2 valve എഞ്ചിനാണ്, അതിൻ്റേതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത്രയും ഒരു RPM എഴുതി 12,000 RPM ഒക്കെ കാണിച്ചു വെച്ചിട്ട് 9,000 റെവ് ലിമിറ്റർ അടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പൾസർ ഫാൻ എന്നുള്ള രീതിയിൽ ആ ആൾക്ക് കുറച്ചൊരു നിരാശ തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് കയറുന്നില്ല എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ സ്റ്റിൽ പറയുന്നത് NS200 ഒക്കെ നല്ലൊരു അടിപൊളി പിക്കാണ്. അതായത് ആ ഒരു പഞ്ച് ഓൺ ദ ത്രോട്ടിൽ കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് ഓടിക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ NS200 നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 250cc ആണ് നോക്കുന്നുണ്ട്. ഒരുപാട് ഓൺ റോഡ് കോസ്റ്റ് വേണ്ട, ഒരുപാട് മെയിൻ്റനൻസ് വേണ്ട, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ബൈക്കാണ്. അപ്പം അത്രയാണ് നമ്മുടെ ഈ ഒരു പൾസർ N250 റിവ്യൂ എന്ന് പറയുന്നത്. ഈ ബൈക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്ത് തരാം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ.